നമസ്കാരം. ടി കെ ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. മെയ് 25 നടന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാം സ്റ്റേജ് 2 ആൻസർ കീയാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. 2. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. 3. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. 4. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇതിൽ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിലുള്ളവയെല്ലാം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. മരുതം, പാലായി, മുല്ലായി, നെയ്തൽ. മരുതം തണ്ണീർത്തട കൃഷി, പാലായി കൊള്ളയടിക്കുന്നു, മുല്ലായി മൃഗസംരക്ഷണം, നെയ്തൽ ഉപ്പ് നിർമ്മാണം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി. മൂന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഉത്തരം ബി, ഗാന്ധി. നാലാമത്തെ ചോദ്യം, 1604 സാമുദ്രികമായ വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം എ, വാണ്ടർ ഗൊഹെ. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? 1. ജമാഅത്ത് ഇ ഇസ്ലാമി, 2. RSS, 3. ആനന്ദ് മാർഗ്, 4. മാവോയിസ്റ്റ് CPM. ഇതിൽ എല്ലാ സംഘടനകളെയും അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ഡി ആണ്, മുകളിലുള്ളവയെല്ലാം. ആറാമത്തെ ചോദ്യം, ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവയിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? രാജ്ഗുരു. ഉത്തരം ബി, രാജ്ഗുരുവാണ് 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗാന്ധിക്കു ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ബി, രാമചന്ദ്ര ഗുഹ. എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 1. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. 4. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിൽ ഓപ്ഷൻ ബി, ഓൺലി 2 and 4. 2ഉം 4ഉമാണ് തെറ്റ്. ശരിയായത് 1. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. 3. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. 2ഉം 4ഉം തെറ്റായ പ്രസ്താവനകളാണ്. ഇവിടെ തെറ്റായത് ഏതാണ്, ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ബി. ഒമ്പതാമത്തെ ചോദ്യം, ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ഉത്തരം സി, വിഷ്ണു ഡിയോ സായ്. പത്താമത്തെ ചോദ്യം, സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്? ഉത്തരം സി, ഇന്ത്യ. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഡി ആണ്, പെനിൻസുലർ പീഠഭൂമിയും കുന്നുകളും. 12ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 1. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത്. 2. യൂറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. 3. ആൻഡീസും ഹിമാലയവും ഇളം മടക്കുമലകളുടെ ഉദാഹരണങ്ങളാണ്. ഇവയിൽ ഏതാണ് ശരി? എ. ഉത്തരം എ ആണ്, മുകളിലുള്ളവയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. 1. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. 2. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. 3. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. ഇവയിൽ ഏതാണ് ശരി? ഉത്തരം ഡി ആണ്, മുകളിലുള്ളവയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി, ഇടുക്കി. ഇടുക്കിയിലാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്.
15-ാമത്തെ ചോദ്യം, സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം എന്നാണ് പേസ്. പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം. എ ആണ് ശരിയായ ഉത്തരം. 16-ാമത്തെ ചോദ്യം, GST കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? 1. GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. 2. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാസ്ക് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. 3. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ. ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3 തെറ്റാണ്. രണ്ടാമത്തെ മാത്രമാണ് ശരി. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാസ്ക് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വച്ചു എന്ന പ്രസ്താവന മാത്രമാണ് ശരി. 17-ാമത്തെ ചോദ്യം, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. 2. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. 3. MPCയിൽ 7 അംഗങ്ങളാണുള്ളത്. ഇതിൽ ശരിയായ ഉത്തരം എ ആണ്. RBI ഓൺലി 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൺലി 1 and 2. 18-ാമത്തെ ചോദ്യം, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും ഉണ്ടാകുന്ന മാറ്റമാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ. 19-ാമത്തെ ചോദ്യം, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? 1. ഗ്രോസ് നാഷണൽ ഇൻകം ഈക്വൽ ടു GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിന് നൽകേണ്ടുന്ന പ്രൈമറി വരുമാനം. 2. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. 3. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്ഷൻ ആയും തരംതിരിക്കാം. ഇതിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. 19-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഡി ആണ്. ഇത് എല്ലാം ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 20-ാമത്തെ ചോദ്യം, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 5.8%. 21. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? എ. മൗലികാവകാശങ്ങൾ, ബി. നിർദ്ദേശക തത്വങ്ങൾ, സി. പൗരത്വം, ഡി. അടിയന്തര വ്യവസ്ഥകൾ. 21 ഓപ്ഷൻ സി ആണ് ഉത്തരം. പൗരത്വം. 22. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? എ. ആർട്ടിക്കിൾ 14, ബി. ആർട്ടിക്കിൾ 15, സി. ആർട്ടിക്കിൾ 16, ഡി. ആർട്ടിക്കിൾ 19. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആർട്ടിക്കിൾ 14. 23. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ഓപ്ഷൻ ബി 1971. 24-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7-ാം ഷെഡ്യൂളിൻ്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? എ. പോസ്റ്റുകളും ടെലിഗ്രാഫും, ബി. പോലീസ്, സി. പൊതുജനാരോഗ്യവും ശുചിത്വവും, ഡി. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. അടുത്ത ചോദ്യം, ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായിരുന്ന അഹമ്മദ് സുകാർണോ. 26-ാമത്തെ ചോദ്യം, ഈ ക്രാന്തി എന്ന പദം ഡേഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ഇലക്ട്രോണിക് വ്യവസായത്തിൻ്റെ ഓട്ടോമേഷൻ, ബി. സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി, സി. ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ആക്സസ്, ഡി. സോളാർ ഇലക്ട്രിക് പദ്ധതി. ഓപ്ഷൻ
ബി ആണ് ഉത്തരം. സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. ഈ ക്രാന്തി എന്നാൽ സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി എന്നാണ്. 27ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? എ. ലോകസഭാ സ്പീക്കർ. ബി. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. സി. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഡി. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. 28ാമത്തെ ചോദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? എ. പ്രധാനമന്ത്രി. ബി. ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും. സി. കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. ഡി. കേന്ദ്ര സർക്കാരിൽ ധനകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. ഓപ്ഷൻ സി ആണ് ഉത്തരം. കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. 29ാമത്തെ ചോദ്യം. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? എ. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. ബി. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. സി. കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഡി. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. 30ാമത്തെ ചോദ്യം. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2011. 31ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് കേരളം. ബി. കാശ്മീർ. സി. ഹിമാചൽ പ്രദേശ്. ഡി. മണിപ്പൂർ. മണിപ്പൂരാണ് ശരി ഉത്തരം. 32ാമത്തെ ചോദ്യം. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? എ. സുഭാഷ് ചന്ദ്രബോസ്. ബി. ഇന്ദിരാഗാന്ധി. സി. ലാൽ ബഹദൂർ ശാസ്ത്രി. ഡി. NG രംഗ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ലാൽ ബഹദൂർ ശാസ്ത്രി. 33ാമത്തെ ചോദ്യം. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശോണിതപുരം. 34ാമത്തെ ചോദ്യം. 1995 ജ്ഞാനപീഠം പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻ എ. UR ആനന്ദമൂർത്തി. ഓപ്ഷൻ ബി. MT വാസുദേവൻ നായർ. ഓപ്ഷൻ സി. ONV കുറുപ്പ്. ഓപ്ഷൻ ഡി. മഹാശ്വേതാദേവി. ഉത്തരം ബി ആണ്. MT വാസുദേവൻ നായർ. 35ാമത്തെ ചോദ്യം. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി. പൂന്താനം നമ്പൂതിരി. 36ാമത്തെ ചോദ്യം. പരമ്പരാഗത നാടോടി നൃത്തമായ ഗോമാർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രാജസ്ഥാൻ. 37ാമത്തെ ചോദ്യം. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1955 മെയ് 11. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? എ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ബി. മാർത്താണ്ഡവർമ്മ. സി. വിശാഖം തിരുനാൾ രാമവർമ്മ. ഡി. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. ഉത്തരം എ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 39ാമത്തെ ചോദ്യം. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻ സി. മിലാനും കോട്ന ഡി ആംബുസയും. 40ാമത്തെ ചോദ്യം. ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകൾ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുത്തുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ഇത് ഏത് സാഹിത്യകൃതിയിലെ വരികളാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി. ഗീതാഞ്ജലി. 41ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്പീക്കർ, മോണിറ്റർ, പ്രിൻ്റർ, സ്കാനർ. ഡി. ഓപ്ഷൻ ഡി ആണ് സ്കാനർ. 42ാമത്തെ ചോദ്യം. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന ചോദ്യം. വേർഡ് പ്രൊസസ്സർ, വിൻഡോസ്, ലിനക്സ്, യുനിക്സ്. എ. ഓപ്ഷൻ എ. വേർഡ് പ്രൊസസ്സറാണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം 43ാമത്തെ ചോദ്യമാണ്. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ എന്താണ് വിളിക്കുന്നത്?
ഓപ്ഷൻ സി വാൻ. 44-ാമത്തെ ചോദ്യം, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ഇമെയിൽ, ബ്രൗസർ, HTML, സ്പ്രെഡ്ഷീറ്റ്. ഓപ്ഷൻ ബി ബ്രൗസറാണ് ഉത്തരം. 45, IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, 2000. 46-ാമത്തെ ചോദ്യം, സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം എത്രയാണ്? ഓപ്ഷൻസ് എ 8.3 സെക്കൻഡ്, ഓപ്ഷൻ ബി 8.3 മിനിറ്റ്, ഓപ്ഷൻ സി 9.3 മണിക്കൂർ, ഡി 9.3 മിനിറ്റ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, 8.3 മിനിറ്റ്. 47-ാമത്തെ ചോദ്യം, ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ ജ്യോതിശാസ്ത്ര പഠനം, ബി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അന്വേഷണം, സി കണികാ ഭൗതിക ഗവേഷണം, ഡി ആഴക്കടൽ ആവാസ വ്യവസ്ഥയുടെ പര്യവേക്ഷണം. ഓപ്ഷൻ സി ആണ് ഉത്തരം, കണികാ ഭൗതിക ഗവേഷണം. 48-ാമത്തെ ചോദ്യം, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപ്പാദനം നടക്കുന്നത് ഏതു വഴിയാണ്? ഓപ്ഷൻസ് എ ആൽഫ ക്ഷയം, ബി ബീറ്റ ക്ഷയം, സി അണുവിഘടനം, ഡി അണുസംയോജനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അണുസംയോജനം. 49-ാമത്തെ ചോദ്യം, ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? ഓപ്ഷൻ എ ഫോട്ടോസിന്തസിസ്, ബി കോശശ്വസനം, സി മൈറ്റോസിസ്, ഡി മയോസിസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കോശശ്വസനം. 50-ാമത്തെ ചോദ്യം, COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ഓപ്ഷൻ ഡി ദുബായ്. ഇനി മാത്സ് ആണ്. a⁻x -2 49 2x 3 ആണെങ്കിൽ മൂല്യം എന്താണ് എന്നാണ് ചോദ്യം. ബി ആണ് ഉത്തരം, 8/3. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ ആകെ തുക 8ഉം ഉൽപ്പന്നം 15ഉമാണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ്? 8/15. 53-ാമത്തെ ചോദ്യം, രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6ഉം ഉൽപ്പന്നം 480ഉമാണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ എത്രയാണ്? സി. ഓപ്ഷൻ സി ആണ് ഉത്തരം, 24. തുടർച്ചയായ 4 ഒറ്റസംഖ്യകളുടെ ആകെ തുക 976 ആണെങ്കിൽ ആ 4-ൽ ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 241. 55-ാമത്തെ ചോദ്യം, എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കാമെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? 55-ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 16 ദിവസം കൊണ്ട്. 56-ാമത്തെ ചോദ്യം, അടുത്ത നമ്പർ എന്താണ്? 5, 6, 14, 45 എന്ന സമാന്തര ശ്രേണിയുടെ അടുത്ത നമ്പർ എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 184. 57-ാമത്തെ ചോദ്യം, ടി സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം d = 4t² - 3 ആണ് നൽകുന്നത്. രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്താൽ 9:02 AM-നും 9:03 AM-നും ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 20. 58-ാമത്തെ ചോദ്യം, PQ എന്നത് കേന്ദ്രം O ഉള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. പിയിൽ ടാൻജൻറ്റ് വരയ്ക്കുക. വൃത്തത്തിൽ R ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. എസിൽ പി ടാൻജൻറ്റിനെ സംയോജിക്കുന്ന QR നിർമ്മിക്കുക. കോൺ PSQ = 48 ഡിഗ്രി ആണെങ്കിൽ കോൺ PQR എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 42 ഡിഗ്രി. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നു. ആ കോഡ് ഭാഷയിൽ എഡ്യൂക്കേഷൻ എന്ന് എഴുതുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 60-ാമത്തെ ചോദ്യം, ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഡെന്നിസിൻ്റെ മകനാണ് ആബേൽ. ഡെന്നിസിൻ്റെ പിതാവാണ് ഡാനി. ബന്ധത്തിൻ്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? മകൻ, പേരക്കുട്ടി, മുത്തച്ഛൻ, സഹോദരൻ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, പേരക്കുട്ടി. 61-ാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിൻ്റെ സൂചി 4:50 ഏത് കോണിലാണ് ചെരിഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 155 ഡിഗ്രി. 62-ാമത്തെ ചോദ്യം, 2:11 3:-. ഓപ്ഷൻ എ ഉത്തരം 30 ആണ്. 30. ഓപ്ഷൻ എ ആണ് ഉത്തരം, 30. 63, ഒരു മാസത്തിലെ 6-ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ 18-ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഞായർ. താഴെ
താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? എ 6, ബി 10, സി 14, ഡി 12. ഡി ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 12 ത്രികോണങ്ങൾ. 65-ാമത്തെ ചോദ്യം. ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. ഇപ്പോൾ അവൻ തൻ്റെ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 5 കിലോമീറ്റർ. 66-ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും 17-ാം സ്ഥാനത്താണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? ഓപ്ഷൻ ബി 33. 67-ാമത്തെ ചോദ്യം. കാട് മൃഗശാലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ കടൽ എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ അക്വേറിയം. 68-ാമത്തെ ചോദ്യം. 5, 10, 26, 50 -170. പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 122. 69-ാമത്തെ ചോദ്യം. 237 ഹരിക്കണം ഡാഷ് സമം 23,700. ഓപ്ഷൻ ബി 0.01. 70-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? 70-ാമത്തെ ഓപ്ഷൻ സി 5418. 71-ാമത്തെ ചോദ്യം ഇംഗ്ലീഷാണ്. 1 must do dash work. ഓപ്ഷൻ സി വൺ മസ്റ്റ് ഡു വൺസ് വർക്ക്. 72. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. അക്വൈൻറ്റൻസ് എന്ന വേർഡിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അക്വൈൻറ്റൻസ്. 73-ാമത്തെ ചോദ്യം. ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദ ആൻസർ. ദ മജസ്റ്റിക് മഹാഗണി ടേബിൾ ഇസ് ഡാഷ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. QPRS. ദ മജസ്റ്റിക് മഹാഗണി ടേബിൾ which had one leg missing belongs to an old king who is now impoverished but not without some pride. അടുത്ത ചോദ്യം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോവിങ്. റൈസ് ഇൻ എയർ ടെമ്പറേച്ചേഴ്സ് ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എഫക്റ്റ്. റൈസ് ഇൻ എയർ ടെമ്പറേച്ചേഴ്സ് എഫക്ട് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. 75. ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ വെനറേറ്റ്. റെസ്പെക്റ്റ്. റെസ്പെക്റ്റ് എന്നതാണ് വെനറേറ്റിന് മീനിങ്. 76-ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഫോർ ഇമാസിയേഷൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇൻവിഗോറേഷൻ. 77-ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ് ബ്ലർഡ്, കൺഫ്യൂസ്ഡ്. ഓപ്ഷൻ ഡി ആണ് മഡിൽഡ്, അൺക്ലിയർ. 78-ാമത്തെ ചോദ്യം. എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കോൾഡ്. ബി ആണ് ഉത്തരം. നിംബസ്. 79. ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് മീൻസ്. ഡി ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. 80-ാമത്തെ ചോദ്യം. ഐ ഡാഷ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. ഗോൻ്റെ ഫോം ആണെന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. 81-ാമത്തെ ചോദ്യം. ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് സി. ഓപ്ഷൻ സി ആണ് ഉത്തരം. കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. ഷീ അഗ്രി ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വർ പുട്ട് ബിഫോർ ഹർ. ഓപ്ഷൻ എ ആണ്. ഷീ അഗ്രി ടു വാട്ട് എവർ കണ്ടീഷൻസ് വർ പുട്ട് ബിഫോർ ഹർ. 83. ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഡെസ്പൈറ്റ് ബീയിങ് ദ ഡാഷ് പാർട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്, ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ഓൾ ദ ഡാഷ്. 83 ഡി ആണ് ശരി ഉത്തരം. 84. We are happy that our Chief Minister with the members of his cabinet dash to be present at the function. 84-ാമത്തെ ഉത്തരം എ ആണ്. We are happy that our Chief Minister with the members of his cabinet is to be present at the function. 85. No sooner had she entered the room dash and everybody began to make sound. 85 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 86-ാമത്തെ ചോദ്യം. We met her immediately after the session in which she dash a nice speech. Option B had given. We met her immediately after the session in which she had given a nice speech. 87. The guests admired my paintings but they dash my writings.
87 ആൻസർ സി ആണ്. They seemed to have disliked. The guests admired my paintings, but they seemed to have disliked my writings. 88. Find out the correct sentence. I think him as a silly boy. B. I think him as to be a silly boy. C. I think to be him as a silly boy. D. I think him a silly boy. D ആണ് ഉത്തരം. I think him a silly boy. 89-ാമത്തെ ചോദ്യം. Ornithology means ഓപ്ഷൻ എ സ്റ്റഡി ഓഫ് ബേർഡ്സ്, ബി സ്റ്റഡി ഓഫ് ആനിമൽസ്, സി സ്റ്റഡി ഓഫ് മെറ്റൽസ്, ഡി സ്റ്റഡി ഓഫ് ഓറിയൻ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓർണിത്തോളജി മീൻസ് സ്റ്റഡി ഓഫ് ബേർഡ്സ്. 90-ാമത്തെ ചോദ്യം. സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ്റ്റേസ്റ്റ്ഫുൾ ഫോർ ദ ഫോളോവിങ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അൺപ്ലസൻറ്റ്. 91-ാമത്തെ ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ ആരോഗ്യ ശരീരം, ബി അരോഗ ശരീരം, സി ആരോഗ്യ ശരീരം, ഡി അരോഗ ശരീരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അരോഗ ശരീരം. 92. പോട്ടെ പ്ലസ് അവൻ ചേർത്ത് എഴുതിയാൽ 1 പോട്ടവൻ, 2 പോട്ടേയവൻ. ഓപ്ഷൻസ് എ 1 മാത്രം ശരി, ബി 2 മാത്രം ശരി, സി 1ഉം 2ഉം ശരി, ഡി എല്ലാം തെറ്റ്. 92 സി ആണ് ഉത്തരം. 1ഉം 2ഉം ശരി. 93-ാമത്തെ ചോദ്യം. പിരിച്ചെഴുതുക. കാട്ടിനേൻ, കാട്ടി പ്ലസ് ഏൻ, ബി കാട്ടി പ്ലസ് ഏൻ, സി കാട്ടി പ്ലസ് നേൻ, ഡി കാട്ടിന് പ്ലസ് എൻ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കാട്ടി പ്ലസ് ഏൻ, കാട്ടിയെ, കാട്ടിനെ. 94-ാമത്തെ ചോദ്യം. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. എ ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടു കൂടി വർത്തിക്കണം, ബി ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം, സി ഭാരതീയർ എല്ലാവരും സ്നേഹോദാര ഭാവത്തോടു കൂടി വർത്തിക്കണം, ഡി ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദരവ ഭാവത്തോടു കൂടി വർത്തിക്കണം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർദ്ധിക്കണം. 95-ാമത്തെ ചോദ്യം. നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിനെ യോജിച്ച മലയാള വിവർത്തനം എഴുതെഴുതുക. നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. ഓപ്ഷൻ ഡി ആണ് മധുലി. 97. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ ബി ആണ് മധുരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല. 98. എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ചെട്ടി. 99-ാമത്തെ ചോദ്യം. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പീതാംബരൻ. 100. ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് കുറച്ച് ടഫാണ്. ഇനി ഒരു സ്റ്റേജും കൂടിയുണ്ട്. അന്ന് എക്സാമുള്ളവരെല്ലാം പ്രിപ്പയർ ആയിരിക്കുക. അന്ന് ജൂൺ 15-നായിരിക്കും നടത്തുന്നത്. ഓക്കെ, താങ്ക് യു.